ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും ചോദിക്കുക, കൊട്ടാരത്തിന്റെ ഐശ്വര്യമായ ഈ രത്നം ഇവിടെ ഉപേക്ഷിക്കണോ? നീ പറഞ്ഞത് ശരിയാണ്. നമ്മുടെയും കൊട്ടാരത്തിന്റെയും ഐശ്വര്യമാണ് ഈ രത്നം. ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഇതിവിടെ ഉപേക്ഷിച്ചേ പറ്റൂ. നീ ഇവിടെ നിന്നാൽ മതി. നാമോ നമ്മുടെ തലമുറയിൽപ്പെട്ടവരല്ലാതെ ഈ ഗുഹയ്ക്കുള്ളിൽ കയറി നിധി എടുക്കാനോ കാണാനോ ശ്രമിച്ചാൽ അവർക്ക് ഭ്രാന്തി സംഭവിക്കും. തമ്പുരാനെ, തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. നീ ചെയ്ത തെറ്റിന്റെ മാപ്പില്ല ഭൈരവ. ഈ നിമിഷം മുതൽ നിനക്ക് ഭ്രാന്തി സംഭവിക്കും. എന്നെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ തമ്പുരാനെ? നിധിയെ തടുക്കാൻ നമുക്കാവില്ല ഭൈരവ. എന്നാൽ ഈ നിമിഷം മുതൽ നീയും നിന്റെ തലമുറയിൽപ്പെട്ടവരുമായിരിക്കും ഈ നിധിക്ക് കാവൽ. ഹലോ, ഞാനാടാ വിജിത്ത. പൈസ ഒന്നും സെറ്റായില്ല. രാവിലെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയി അന്വേഷിച്ചതാ. അവസാനം എന്നതാ ഇവിടെ പകുതിക്കലിട്ടിട്ട് ഓനോൻ്റെ പാട്ടിന് പോയി. ഞാൻ വീട്ടിലേക്ക് പോവുക വണ്ടി എടുക്കാൻ. ആര്? ദീപക്കോ ഹരിയോ? രണ്ടെണ്ണത്തിന് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സംഭവമേ അല്ല. എല്ലാം ഇൻ്റെ പെടലിൽ കിട്ടതാ. ഞാനങ്ങാൻ പൈസ വാങ്ങിയല്ലേ. എടാ, ഹാജിയാരെ വെട്ടിച്ചിനി മുങ്ങി നടക്കാൻ പറ്റൂല. എന്തു വന്നാലും ഇന്ന് ഹാജിയാരെ കണ്ടേ പറ്റൂ. അയാളും അയാളെ കൂടെ ഒരു തല്ലിപ്പൊളി ഗുണ്ടയുണ്ട്. ഓരുടെ കയ്യിലെങ്ങാൻ ഞങ്ങളെ കിട്ടിയാലുണ്ടല്ലോ പീസാക്കും. നിന്നെ ഞാൻ വിളിച്ചതേ എവിടെന്നെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റിയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ശരി, ഞാൻ വീട്ടിൽ പോയി വണ്ടി എടുത്തിട്ട് വേണം ഹാജിയാരെ കാണാൻ പോവാൻ. ഓക്കെ. എന്താ പിള്ളേ, സുഖല്ലേ? ഹക്കീംക്ക, ഞാൻ ഹാജിയാരെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ഇക്കാനെ ഇവിടെ വെച്ച് കണ്ട്. ഭാഗ്യക്കായി സമയത്തിന് കൊടുക്കുന്ന പോലെ ആചാർ സൽക്കരിക്കും. അതല്ല വെച്ചാ പിന്നെ ഈ ഹക്കീമ സൽക്കരിക്കും. ഹക്കീമേ, ഓനങ്ങ് പൊക്കിക്കോ.
ആചാര്യ എന്നൊന്നും ചെയ്യരുത്. നിങ്ങളെ പൈസ തരാമെന്ന് ഞാൻ വിചാരിച്ചതാ. അതിനുവേണ്ടി പല സ്ഥലത്തും അലഞ്ഞു, ശരിയായില്ല. എന്നാലും ഞാൻ മുങ്ങിയതല്ല, നിങ്ങളെ കാണാൻ വരാൻ വേണ്ടി തന്നെ നിന്നതാ. പക്ഷെ അതിനു മുമ്പ് ഹക്കീംക എന്നെ പിടിച്ചോണ്ട് വന്നു. ഞങ്ങൾ എന്തായാലും പൈസ തരും. ആചാര്യ ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഇപ്പൊ എല്ലാത്തിലും കച്ചവടം ചെയ്യുന്നത് എന്നെ പോലത്തെ കുണ്ടന്മാരാ, അതും ഞമ്മളോട് കായ് വാങ്ങിയിട്ട്. എനക്കറിയോ? എന്നിട്ട് ആ കായ് ചോദിക്കുമ്പോ നീ ഞമ്മളെ കാണാണ്ട് മുങ്ങി നടിക്കാലേ. മാണിന്റെ മോനെ അറുത്ത് കളയും ഞമ്മളെന്നാ. ഒരു മാസത്തെ സമയം നിങ്ങൾക്ക് തരണം. കൂടുള്ളവർ കാല് മാറിയാലും അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ തന്നു തീർക്കും. ഉറപ്പ്. ഒരു മാസത്തെ സമയല്ലേ ഈ എടുത്തോ. അത് കഴിഞ്ഞിട്ട് ഞമ്മളെ കായ് തന്നില്ലെങ്കിൽ അന്നയും എന്റെ കൂട്ടുകാരെയും ബിസ്മിൻ ചൊല്ലി അറുത്തു കളയും ഞമ്മള്. ഹക്കീമേ, ഓനങ്ങ് വിട്ടേക്ക്. അല്ലടോ, ഈ വാതിലൊക്കെ അടച്ചിട്ട് വീട്ടുകാരെടുക്കും. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു കല്യാണം കണ്ടില്ലേ, അപ്പൊ അവിടേക്ക് പോയതല്ലേ. എന്താ അങ്ങനെ പോകും? ഇപ്പം കല്യാണത്തിന് പോകാൻ പറ്റിയ സമയമാണല്ലോ. വേണ്ടേ. എന്തായി വിളിച്ചത് പോയ കാര്യങ്ങളൊക്കെ? എന്താവാൻ, നീയൊക്കെ കൂടെ കേൾക്കേണ്ട ചീത്തയാ. ആ ആചാരത്തെ വായിന്ന് ബാക്കിയുള്ളവൻ ഒറ്റയ്ക്ക് കേട്ടത്. പോരാത്തന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന തല്ലിപ്പൊളി ഗുണ്ടയുടെ കുത്തിന് പിടിക്കാനും ചവിട്ടും കുത്തും അതും ബാക്കിയുള്ളവൻ കൊള്ളേണ്ടി വന്ന്. എന്നിട്ട് ഇവിടെ വന്നു നോക്കുമ്പോ രണ്ടെണ്ണം കൂടെ ഫോണിൽ കുത്തി കളിക്കുക. ഫോണ് കളിച്ചോന്നല്ലടാ, ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഫോൺ നമ്പർ നോക്കിയതാ. അല്ല, അതൊക്കെ വിട്. പോയ കാര്യം എന്തായി? പോയ കാര്യം എന്താവാനാ? കാലിളകി നിൽക്കുക. ആ ആചാര് കൂടെ ആണെങ്കിൽ ഒരു അരാക്കിന്റെ ഗുണ്ടേ രണ്ടും കൂടെ എന്റെ ജീവൻ എടുത്ത്. എന്താ പറ്റി? ഒന്നും പറ്റാനില്ല. ഒരു മാസത്തെ സമയം തന്നിട്ട് ആചാര്. അതിനുള്ളിൽ മുതലും പലിശ അയാളുടെ മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ മൂന്നിന്റെയും കുടുംബത്തോടു കൂടി കത്തിക്കുന്ന അയാളുടെ കൂടെയുള്ള ശിങ്കടിയും പറഞ്ഞത്. അത് തന്നെ. ഒരു മാസം കൊണ്ട് എവിടുന്ന് പൈസ ഉണ്ടാക്കാനാ? എവിടെ നിന്നായാലും ഉണ്ടാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ മൂന്നിനെയും കുടുംബത്തോടു കൂടി അയാൾ കത്തിക്കും. പറഞ്ഞല്ല ഞാൻ. എന്നോട് ചൂടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്റെ കയ്യിൽ കുടുംബസ്വത്തൊന്നുമില്ല എടുക്കാം. എന്റെ കയ്യിൽ കുടുംബസ്വത്തൊന്നുമില്ല. പക്ഷെ കുടുംബസ്വത്തുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ വേറെ ഉണ്ടല്ലോ. അതെന്താടാ അങ്ങനത്തെ ഒരു വർത്താനം? എന്റെ കയ്യിലൊക്കെ വിറ്റിട്ടല്ലേ ഈ ബിസിനസ്സിന് വേണ്ടി ഇറക്കി. ഇനി ഞാൻ എന്തെടുക്കണം? എന്റെ കയ്യിലില്ല, പക്ഷെ കയ്യെത്തും ദൂരത്തുണ്ട്. നീ വളച്ചു കെട്ടില്ലാണ്ട കാര്യം എന്താന്ന് പറയും, എന്നാലല്ലേ മനസ്സിലാവും. എന്നാ തെളിച്ച് പറയാം. നിന്റെ കുടുംബ വകയായിട്ട് ഒരു സ്വത്തുണ്ട്. മറ്റൊന്നുമില്ല, പണ്ട് തലമുറകളായിട്ട് നിങ്ങൾ പൂജിച്ചു പോന്നിരുന്ന ഒരു സ്വത്ത്, ഒരു നിധി. അതേത് ഗുഹയിലാണെന്നും എവിടെയാണെന്നും നിനക്കും അറിയാം, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതെടുത്താൽ നമ്മുടെ സകല പ്രശ്നങ്ങളും തീരും, അല്ലേ? അത് സെറ്റാവും. അതുകൊണ്ട് എല്ലാ പ്രശ്നവും തീരുന്നു. ആ നിധി എടുക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് ആചാര കൈകൊണ്ട് മരിക്കുന്നതാണ്. അതാകുമ്പോൾ ബോഡി ഉണ്ടെങ്കിലും വീട്ടുകാർ കിട്ടുമല്ലോ. കൂടുതൽ പറഞ്ഞ് ഈ പേടിപ്പിക്കൊന്നും വേണ്ട. ആ നിധിന്റെ രഹസ്യം ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. എന്താ പത്ര പേടിക്കാനുള്ളത്? നമ്മൾ 3 ആൾക്കാരും കൂടെ ആ നിധി എടുക്കാൻ പോകുന്നു. നിന്റെ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ ആ ഗുഹയ്ക്കുള്ളിൽ കയറിയിട്ട് നിധി എടുക്കാൻ പറ്റൂ. വേറെ ആരെങ്കിലും അതിനുള്ളിൽ കയറുകയോ നിധി എടുക്കുകയോ ശ്രമിച്ചാൽ അയാൾക്ക് ഭ്രാന്ത് വരും, അല്ലേ? ഞങ്ങൾ 2 പേരും ഗുഹയുടെ ഉള്ളിൽ കയറുന്നില്ല. നീ ഗുഹയ്ക്കകത്ത് കയറുന്നു, നിധി എടുക്കുന്നു, പുറത്തു വരുന്നു. പുറത്ത് നിധിയും കൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഭ്രാന്തും ഒന്നും വരൂല.
നിന്റെ തലമുറയിൽപ്പെട്ട ആ പഴയ രാജാവിന്റെ ഒടുക്കത്തെ പ്രാക്ക് പ്രകാരം അയാൾ എന്താ പറഞ്ഞ്, ആ ഗുഹയുടെ ഉള്ളിൽ വേറെ ആരെങ്കിലും കയറുകയോ നിധി കാണാനോ എടുക്കാനോ ശ്രമിച്ചാൽ അയാൾക്ക് ഭ്രാന്ത് വരുമെന്നാ. ഞങ്ങൾ രണ്ടാൾക്കാരും കയറുന്നില്ല. അതിനാണ് നീ അതിനുള്ളിൽ കയറും, നിധി എടുക്കും, പുറത്തു വരും, നമ്മളത് കച്ചവടം ചെയ്യും, ഇരട്ടി ലാഭം ഉണ്ടാക്കും, നമ്മുടെ ലൈഫ് സക്സസ് ആവും. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ആ നിധിക്ക് കാവലിരിക്കുന്ന വൈരവ കുടുംബത്തിലെ ആളെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരുത്തന് അവിടെ ഇല്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. ഒറ്റ ജീവിതമേ ഉള്ളൂ, നിനക്കായാലും എനിക്കായാലും ഇവനായാലും ഒക്കെ. അത് ആ ആചാരന്റെ കീഴിൽ ഇങ്ങനെ ഇട്ട് ചതച്ചരയ്ക്കാൻ വിട്ടുകൊടുക്കണം. ഒന്ന് ചിന്തിച്ചു നോക്ക്. രക്ഷപ്പെടാൻ ദൈവമായിട്ട് തന്ന അവസരം ഇത് നമ്മൾ ഉപയോഗിക്കണം. 4 ദിവസം നാണം കെട്ട് നട്ടല് വളച്ച് നായായിട്ട് ജീവിക്കുന്നതിന് നല്ലത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അന്തസ്സുള്ള നരിയായിട്ട് ജീവിച്ച് മരിക്കുന്നതാ. ചിന്തിക്ക്, എന്നിട്ട് നീ ഒരു ഉത്തരം പറ. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. പറഞ്ഞു. ഈ വൈരം നമ്മൾ എടുത്താലും ഇതിൻ്റെ പകുതി സമ്പാദ്യം എൻ്റെ കുടുംബത്തിനുണ്ട്. അത് കഴിച്ചിട്ടുള്ളത് മാത്രമേ നിനക്കും എനിക്കും എടുക്കാൻ പറ്റൂ. എടാ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതാണ് ഇത്ര വലിയ കാര്യം. ഞങ്ങൾക്ക് ആ ഹാജിയാരുടെ കടം തീർക്കാനുള്ള പൈസ മാത്രം കിട്ടിയാൽ മതി. ബാക്കി മുഴുവൻ കുടുംബക്കാർക്ക് കൊടുത്തോ, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ ഡീലാണെങ്കിൽ നമുക്ക് അങ്ങനെ ആയിക്കോട്ടെ. ഉറപ്പ് എന്നാ കൊടുക്കൈ. അപ്പൊ നമ്മള് ആ നിധി എടുക്കുന്നു. ഓക്കെ, അല്ലടാ, ഈ ദീപൊക്കെ എവിടെ പോയി കിടക്കുക? എത്ര നേരമായി? എടാ, തേയാൻ പോലത്തേക്ക് നമ്മളിവിടെ വന്ന് കുത്തിരിക്കുക. ഞാൻ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്ക്. കാര്യങ്ങളൊക്കെ ഒരു 100 വട്ടം പറഞ്ഞു കൊടുത്താലേ ഇരുട്ടും മുമ്പ് കാട് കയറി പരിപാടി തീർത്ത് തിരിച്ചു പോരണം. എല്ലാം ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്ക്. സമയല്ല. കിട്ടുന്നില്ല. ഇത് സംശയിക്കണ്ട, ഓ മുങ്ങിയത് തന്നെ. മുങ്ങാനോ? ആടാ, നമ്മൾ 3 ആൾക്കാരും കൂടെ ഇന്നലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ് കൈ കൊടുത്ത്. പക്ഷെ ആ ടൈമിന് ഇനി ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ അവൻ്റെ ഫേസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഓൻ നിന്നത്. അതുകൊണ്ട് സംശയിക്കണ്ട, എന്തെങ്കിലും പ്രശ്നം പറ്റൂ. അപകടം പിടിച്ച സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഓൻ വലിഞ്ഞത് തന്നെയാണ്. അല്ലടോ, ഓനില്ലാണ്ട് നമ്മളിപ്പോൾ എങ്ങനെ പോവുക? എടാ, ഈ ആദ്യമായിട്ട് പൈസ കൊടുക്കാനുള്ള പാങ്ങ് എനിക്കുണ്ടോ? എനിക്കില്ല, ഈ മുങ്ങിയോനുമില്ല. അതുകൊണ്ട് തന്നെ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിരിക്കും. ഓനില്ലെങ്കിൽ ഓനെക്കാട്ടിലും കൂടുതൽ വിശ്വസ്തനായ ഒരാളെയും കൂട്ടി തന്നെ പോകും. അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. അതാരാ? ഞാൻ പറഞ്ഞത് വേറെ ആരുമില്ല. കഴിഞ്ഞ മാസം എൻ്റെ ഒരു ബന്ധുവിനെ പരിചയപ്പെടുത്തി തന്നില്ലായിരുന്നു? അതാരാ? എടാ, സതീശേട്ടൻ. സതീശേട്ടൻ. ആ, പുള്ളി തന്നെ. അങ്ങേരിപ്പം നാട്ടിലുണ്ട്. ഞാൻ വിളിച്ചാൽ എന്തായാലും അങ്ങേര് നമ്മളെ കൂടെ വരും, സഹായിക്കും, ഉറപ്പാ. അത് ശരിയാവോ? ആദ്യമാരുടെ പൈസ കൊടുക്കാനുള്ള പാങ്ങുണ്ടോ? എന്നാ മിണ്ടാതിരുന്നു. ഞാൻ പുള്ളിയൊന്ന് വിളിച്ചു നോക്കട്ടെ. അത്യാവശ്യം ഗഡ്സുള്ള ആളാ മൂപ്പരെ പോലെ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ട്. ഇവിടെ ഇരിക്കും, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്താടാ? കാര്യങ്ങളൊക്കെ സെറ്റായി. സതീശേട്ടൻ നമ്മുടെ കൂടെ വെക്കും. ബാളെ
രത്നം നമ്മൾക്ക് സ്വന്തം. നമ്മൾക്കല്ലടാ, ഞങ്ങൾക്ക് സ്വന്തം. ഹലോ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എന്നെ ഏൽപ്പിച്ച പണി അത് വൃത്തിയായിട്ട് ചെയ്തിട്ട് എനിക്ക് ശീലം. അതിപ്പോൾ തല്ലാനായാലും ശരി, കൊല്ലാനായാലും ശരി. കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ട്. അവൻ വിശ്വസിച്ചു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തുക. നമ്മൾ 3 പേരും കൂടെ കാട് കയറും. എന്നാൽ തിരിച്ച് നാട്ടിലേക്ക് ഹരിനാരായണ വർമ്മ വരില്ല. അപ്പം എല്ലാം പറഞ്ഞ പോലെ. എന്നാ പിന്നെ ആരെങ്കിലും കാണുന്നതിന് സതീശേട്ടൻ പെട്ടെന്ന് അവിടെ വരിക. എന്നെ ആരും കാണില്ല. പക്ഷേ നീ പറഞ്ഞത് എന്തെങ്കിലും മാറ്റം വന്നാ ദൈവം ആരും കാണില്ല. എൻ്റെ ദൈവമേ, ചെയ്ത പാവം പുറത്തേക്കണേ. അവനെ കൊല്ലാതെ വിട്ടത് മണ്ടത്തരമായിപ്പോയി. ആരെങ്കിലും അവനെ രക്ഷിച്ചാലോ? അവനെ രക്ഷിക്കാൻ മാത്രമുള്ള ഒരുത്തൻ ഈ കാട്ടിലില്ലടാ. ഇത്രയും നാൾ ഈ നാടിനെയും നാട്ടുകാരെയും സംരക്ഷിച്ചത് നിന്റെ പൂർവികർ ഈ ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ച ഈ രത്നമാണ്. നിന്റെയും നിന്റെ കൂട്ടുകാരന്റെയും സാർത്ഥതയ്ക്ക് വേണ്ടി ഇതിവിടെ നിന്ന് കൊണ്ടുപോയാൽ ഈ നാടിന്റെ ഗതി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിനക്കിത് കൊണ്ടുപോകാം, കാരണം ഇത് നിന്റെ സ്വത്താണ്. പക്ഷേ നീ ഇത് കൊണ്ടുപോകുമ്പോൾ നിന്റെ പൂർവികരോട് നീ ചെയ്യുന്ന
ഏറ്റവും വലിയ പാപമായിരിക്കും. ഇനി നീ തീരുമാനിക്ക് എന്ത് ചെയ്യണമെന്ന്. തെറ്റ് പറ്റിപ്പോയി.